ബന്ദിപ്പൂർ കാട്ടിലെത്തിയതും ഇന്ന് ആദ്യം കാണുന്നത് ഇവളെയാണ് കേട്ടോ. ഒരേ ഫാമിലിയാണ് തോന്നുന്നു. തൊട്ടുപുറകിൽ രണ്ടുപേരും കൂടെ ഉണ്ട്, ഒരു കുഞ്ഞിനാനയുണ്ട്. കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് ഇവർ 3 പേരും ഭയങ്കര അഗ്രസീവാണ്. തൊട്ട് മുന്നിലായിട്ട് കുറേ കാട്ടുപോത്തുകൾ മേയുന്നുണ്ട് ഇങ്ങനെ കൂട്ടത്തോട് കൂടിയിട്ട്. പെട്ടെന്നാണ് ഒരു മഴ പെയ്തത് കേട്ടോ. മഴ പെയ്തതും ഇവൻ ഭയങ്കര ഓട്ടോട്ടോ. മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കാട് കയറാനുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ. ഇന്ന് എന്താ അറിയില്ല, കാട് മൊത്തം ആനകളാണ്. മുന്നിലൊരു കാട്ടുകൊമ്പൻ. ഇവനെ നമ്മൾ മസനഗുഡി റൂട്ട്, ഈ റൂട്ട് വരുമ്പോൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇവൻ ആൾ കുറച്ച് വികൃതിക്കാരനാണ് കേട്ടോ. ഇന്നലെ രാവിലെ കുറച്ച് ബൈക്കുകാരനൊക്കെ ഇവൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള അഭയാരണ്യം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ മാനുകളെ മയിലുകളെയൊക്കെ കാണാൻ പറ്റും. മഴ പെയ്തതുകൊണ്ട് കാടൊക്കെ ഇങ്ങനെ പച്ചയായി നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഇവർ ആ ഒരു നോട്ടവും അവരൊന്നിച്ച് നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പുറകിൽ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വല്പം ഒന്ന് ഇവിടെ വണ്ടി സ്ലോ ആക്കി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ മൂവ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കൊരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു മാന് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അഭയാരണ്യ ഗസ്റ്റ് ഹൗസിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് കയറേണ്ടത്. നമ്മളങ്ങനെ തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള അഭയാരണ്യം ഗസ്റ്റ് ഹൗസിൽ രണ്ടാമത്തെ തവണ. ഫസ്റ്റ് നമ്മൾ വന്നു പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം ആയിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വീണ്ടും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ നമ്മളിത് തമിഴ്നാട് ഇപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ള അഭയാരണ്യം ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 12 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമ്മൾ 3:30ക്കാണ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളത്. വരുന്ന വഴിക്ക് കുറേ അനിമൽസിനൊക്കെ കണ്ടു. നമ്മൾ ബന്ദിപ്പൂർ, മുതുമലൈ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. മുത്തങ്ങ വഴി സ്റ്റാർട്ട് ചെയ്തിട്ട് വയനാട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിലാണ് ഇത്, ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുക. മുന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസം മുൻപാണ് നമ്മളിവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അന്ന് താമസിച്ചത് അനക്സ് 1 റൂമിലായിരുന്നു. ഇതാണ് അനക്സ് എന്ന് പറയുന്ന കോട്ടേജ്. 3 റൂമുകളാണ് വരുന്നത്. താഴത്ത് 2 റൂമും മുകളിലായിട്ട് 1 റൂമും. പിന്നെ ആ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസ്. ഗസ്റ്റ് ഹൗസ് കുറച്ചും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് തോന്നും. പക്ഷേ അനിമൽസിന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ കോട്ടേജാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ സൈഡിലൊക്കെ എലിഫൻറ്റും നിറയെ മാനുകളൊക്കെ ആയിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറേ കാട്ടാനകളൊക്കെ കണ്ടു. ഇന്ന് ഭയങ്കര ലക്കുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ കാട്ടാനൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള അഭയാരണ്യ ഗസ്റ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പം മഴയൊന്നുമില്ല, അടിപൊളി ഒരു ക്ലൈമറ്റാണ് കണ്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അനക്സ് 1-2 ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് രാത്രി നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലൊരു ഒറ്റക്കൊമ്പനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഫ്രണ്ടിൽ നിറയെ മാനുകളൊക്കെ ആയിട്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇന്നും നമ്മൾ അമിത പ്രതീക്ഷയിലാണ്. മുകളിൽ കുറച്ച് വലിയ റൂമാണ്, അതിൽ ലിവിങ് ഏരിയ എല്ലാം വരുന്നുണ്ട്. നമ്മളൊക്കെ വണ്ടി താഴത്ത് തന്നെ പാർക്ക് ചെയ്യാം കേട്ടോ. മുകളിൽ നിറയെ കുരങ്ങന്മാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പായുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എലിഫൻറ്റിനെ കണ്ടു രാത്രിയിൽ. ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രിയിൽ നമ്മുടെ റൂമിൻ്റെ തൊട്ട് മുന്നിൽ എലിഫൻറ്റ്, അത് കാട്ടാന വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഇവിടെ ഫുള്ള് മാനുകളായിരുന്നു കേട്ടോ. അല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വരാനുള്ള ഒരു റീസൺ. പിന്നെ ഇവിടെയൊക്കെ നല്ല സീനിയർ ആയിട്ടത്. ഇവിടെയൊക്കെ കരടിയൊക്കെ വരാനുള്ള, കരടി ലെപ്പാട് ഒക്കെ വരുന്ന ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല പച്ചപ്പില്ലേ. ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ 2 ആൾക്കാരിങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ മുകളിൽ അയ്യവാ 2 അവന്മാർ ആ സ്റ്റെപ്പിൻ്റെ നേരെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അതിൻ്റെ മുകളിൽ 2 കുരങ്ങന്മാരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഗസ്റ്റ് ഹൗസ് കേട്ടോ. ഈ ഗസ്റ്റ് ഹൗസ് അടിപൊളിയാണ് കാണാനായിട്ട്. ഇതൊരു വാച്ച് ടവറാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറിയാൽ അനിമൽസൊക്കെ രാത്രിയിൽ ഇതുവഴി ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഒരു 6:30-7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ റൂമിൽ ഇരിക്കണം. അനിമൽസിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇത് ഈ കോട്ടേജ് നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഇവരുടെ കിച്ചണാണ്.
കിച്ചണിൻ്റെ അവിടെ നമ്മൾ അന്ന് പരിചയപ്പെട്ടില്ല, ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ട്. അവരെടുത്ത് ഫുഡിൻ്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ രാത്രിയിലത്തെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് റെഡിയാക്കി തരും കേട്ടോ. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് വരിക. ഇതിൻ്റെ മുകളിലും ഉണ്ട് ഒരുത്തൻ്റെ, അവൻ അവിടെ ഇരുന്ന് പുല്ല് തിന്നുന്നുണ്ട്, ഇവൻ്റെ താഴത്തുണ്ട്. പിന്നെ അതെ ഇവിടെയൊക്കെ നിറയെ കുരങ്ങന്മാരാണ് ഈ ഫ്രണ്ടിലൊക്കെ. കണ്ട അവൻ പുല്ല് കഴിക്കുക. അതെന്തോ ഫ്രൂട്ട്സ് എന്തോ ഉണ്ടായിരുന്നു റൂമിൽ? അല്ല, ഫ്രൂട്ട്സ് ഒന്നുമില്ല. അവര് ബാംഗ്ലൂർക്കാർ രണ്ടാളുണ്ടായിരുന്നു. ഈ റൂമിലാണ് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ റൂമിലാണ്. ഇവിടെ കറണ്ട് ഇല്ല, കറണ്ട് പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കറണ്ട് വരുള്ളൂ കേട്ടോ, വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബെഡ്റൂം. കണ്ടോ, അനിമൽസ് വരികയാണെങ്കിൽ ഈ ജനൽ വഴി കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരാഴ്ച മുന്നേ കാട്ടാന കൂട്ടത്തോടു കൂടി വന്നിട്ട് ഈ ജനലിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ പൊളിച്ചിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഗൈഡ് പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇവിടെ നിൽക്കുമായിരുന്നു കാട്ടാന. പിന്നെ ഈ കർട്ടൻ മാറ്റിയാൽ നമുക്ക് ഇവിടുന്നും കാണാൻ പറ്റും. കണ്ടോ, ഇതും ഫുള്ള് ഫോറസ്റ്റ് ആണ് ബാക്കിൽ. നമ്മൾ വണ്ടി ഇവിടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് അനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം ഗായ്സ്. ഞങ്ങളങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. പറ്റുവാണെങ്കിൽ വൈകുന്നേര സമയമാണ്, അനിമൽസിനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു കോഫിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം. രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അവിടെ നിന്ന് മസനഗുഡി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനുകളെ കണ്ട് മടുത്തു. ഇവരെ കണ്ടാലും നമ്മളിപ്പോൾ വണ്ടി സ്ലോ ആക്കാറില്ല. കാരണം എപ്പോൾ വന്നു കഴിഞ്ഞാലും മാനുകൾ ഈ കാട്ടിനകത്ത് ഇഷ്ടംപോലെയാണ്. കേരള, കർണാടക, തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മുത്തങ്ങ, ബന്ദിപ്പൂര്, മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഏത് ഭാഗത്ത് വന്നതിനാലും മാനുകളെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ മസനഗുഡി ഊട്ടി റൂട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? എത്ര ട്രാവൽ ചെയ്താലും നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യില്ല. അത്രത്തോളം നമുക്ക് യാത്രയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള രണ്ട് സൈഡും കാടിൻ്റെ ഭംഗിയും അനിമൽസിനൊക്കെ കണ്ടുകൊണ്ട് ഒരു റിലാക്സ് കിട്ടുന്ന ഒരു യാത്രയായിരിക്കും ഈ ഒരു മസനഗുഡി റൂട്ടിൽ. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര വന്നാലും ഞങ്ങൾക്കൊരു മടുപ്പ് തോന്നാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ മസനഗുഡി റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അനിമൽസിനെയാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് എലിഫൻറ്റും കാട്ടുപോത്തുകളൊക്കെ ധാരാളമായിട്ട് എന്തായാലും ഇത്തവണത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മസനഗുഡി റൂട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് വീണ്ടും എലിഫൻറ്റിനെ കിട്ടിയിട്ടോ. ഇന്ന് എന്താ അറിയില്ല, ഇത്രത്തോളം എലിഫൻറ്റ് ഈ കാട്ടിനകത്ത് ഉണ്ടോ എന്ന് തോന്നിപ്പോകട്ടോ. എവിടെ നോക്കിയാലും എലിഫൻറ്റും കാട്ടുപോത്തുകളാണ്. ഇവർക്ക് പകരം ഒരു 2 ടൈഗറൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങളിങ്ങനെ വെറുതെ ഒന്ന് സങ്കല്പിച്ചു. പക്ഷെ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഈ ലൈവായിട്ട് ഫോറസ്റ്റിനകത്തിൽ നിന്ന് ഇങ്ങനെ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, റോഡ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ടൈഗറിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആകപ്പാട് ടൈഗറിനെ കണ്ടിട്ടുള്ളത് കബനി ടൈഗർ റിസർവിൻ്റെ സഫാരിയിൽ മാത്രമാണ് കേട്ടോ. എന്തായാലും നമ്മളെ യാത്ര ഇങ്ങനെ തുടരും. ഈ ഒരു ബന്ദിപ്പൂര്, മുതുമലൈ, മുത്തങ്ങ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ടൈഗർ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ഈ നടു റോട്ടിലൊക്കെ വെച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഈ ഒരു ഒറ്റക്കൊമ്പൻ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവൻ വീണ്ടും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ കടന്നിങ്ങനെ വിലസുന്നുണ്ട് കേട്ടോ. ഇവൻ ഇവിടുത്തെ രാജാവാണ് തോന്നുന്നു. വീണ്ടും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ മാനുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മാനുകളുടെ ആ ദേഹത്തുള്ള ആ പുള്ളികളും അവർ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള നോട്ടമൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് മാനുകളെ. ഞാൻ കുറേ നേരം ഇവരെങ്ങനെ നോക്കി നിന്നു. അടുത്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ അവരെ ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. ഇവരെല്ലാവരും റോഡ് സൈഡിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് ഇവർക്ക് ധാരാളം പച്ച പുല്ലുകളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഉൾക്കാട്ടിലേക്ക് പോകാണ്ട് കുറേ പറ്റം മാനുകൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ മേയുന്നുണ്ട് കേട്ടോ. ആ കൊമ്പും ആ നോട്ടവും ആ നടത്തവും ആ ഭാവമൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണ് അല്ലേ. ഞങ്ങളങ്ങനെ തിരിച്ച് മസനഗുഡി ഒന്നും പോയില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം പോയി അവിടുന്ന് ടീ കുടിച്ച് റിട്ടേൺ വരുന്ന വഴിക്ക് വീണ്ടും ഇവിടെ 2-3 ഫീമെയിലും ഒരു കുഞ്ഞിനാനയും ഉണ്ട്. വെള്ളം കുടിക്കുകയാണ്. അവിടെ ചെറിയൊരു റിവർ പോലെ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അതിന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. കുഞ്ഞിനെങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ നമുക്ക് പുറത്തോട്ട് കാണുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ടിലൊരു വണ്ടി നിൽക്കുന്നുണ്ട് ഇവരെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് വീണ്ടും കാട്ടുപോത്തുകളെ കാണാൻ സാധിച്ചു. സാധാരണ കാട്ടുപോത്തുകളെ കാണാറുണ്ട്, പക്ഷേ ഇങ്ങനെ കൂട്ടത്തോടു കൂടി ഇവരെ കാണാറില്ല.
ഈ ഒരു 6 മണി ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇവർ കൂട്ടത്തോടു കൂടി പുൽക്കാട്ടിൽ നിന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് കിടക്കുക. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കാട്ടുപോത്തുകളൊക്കെ ഈ റൂട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. നമ്മൾ ഒരുപാട് എലിഫൻറ്റിനെയും കാട്ടുപോത്തുകളെയും കാട്ടുപന്നീനൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാട്ടുപന്നീനെ കിട്ടി. അതുപോലെ തന്നെ മയിലുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വീണ്ടും ഞങ്ങളിങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മളെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. നമ്മൾ മസനഗുഡി റൂട്ടിൽ നിന്ന്. അപ്പോൾ വീണ്ടും ഇവിടെ 2 കാട്ടാന. എൻ്റെ പൊന്നോ, ഒരു രക്ഷയല്ല കേട്ടോ. കാട്ടാനകൾ ഇത്രത്തോളം ഈ കാട്ടിനകത്തുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മളൊരു ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ എടുത്തുകൊണ്ട് ഫ്രീ സഫാരി നടത്തി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു മുതുമലൈ ഈ മസനഗുഡി റൂട്ടിലൊക്കെ ഇത്രത്തോളം ആനകളെ കാണുന്നത്. എലിഫൻറ്റിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുൻപ്, കരടിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ആനകളെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇവൻ ഭയങ്കര വികൃതിക്കാരനാണ് കേട്ടോ. നല്ല കുറുമ്പുണ്ട് ഇവനക്ക്. ഇവൻ സ്ഥിര താമസമാണ് തോന്നുന്നു ഇവിടെ. ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോഴും അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ കുറച്ച് ബൈക്കുകാരൊക്കെ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു. കാറുകാരെയും ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് വരുമ്പോൾ ഇവനെ കാണുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. വണ്ടി സ്ലോ ചെയ്യണ്ട, നേരെ പോയിക്കോളുക. മുന്നിൽ കുറേ കാട്ടുപോത്തുകൾ വീണ്ടും മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാട്ടുപോത്തുകളും ആനകളും ഒക്കെ ഇറങ്ങുന്ന ഒരു ടൈമാണ്. 5:30-6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ നമ്മൾ കോട്ടേജിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് അനിമൽസിനെ ഇനിയും കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇന്ന് എന്തായാലും നല്ല അടിപൊളി ദിവസമാണ് ഞങ്ങൾക്ക്. ഒരു ടൈഗറിനൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വെറുതെ ഒന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ വീണ്ടും കാട്ടുപോത്തുകളും ആനയും നേർക്ക് നേരിട്ടോ. ഒറ്റക്കൊമ്പനും കാട്ടികളും നേർക്ക് നേരാണ്. കണ്ടില്ല, ഇവർ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് കേട്ടോ. അവർ തമ്മിൽ ശത്രുതയൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗഹൃദമാണ്. കാട്ടികൾ ഒരേ സൈഡിൽ കൂടെ മേയുന്നുണ്ട്. അവനിങ്ങനെ പുല്ലൊക്കെ പറിച്ച് കുടഞ്ഞ് കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 9 മണിക്ക് മുൻപായിട്ട് കോട്ടേജിൻ്റെ അവിടെ എത്തണം. 9 മണിക്ക് ശേഷം നമ്മളങ്ങോട്ട് വിടില്ല. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 6 മണിക്ക് മുൻപായിട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കണം. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് 9 മണിക്ക് ക്ലോസ് ചെയ്യും. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. പിന്നെ 20 രൂപ ചെക്ക് പോസ്റ്റിൽ ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ബന്ദിപ്പൂരും അതുപോലെ തന്നെ മുതുമലയിലും നമ്മൾ 20 രൂപ വെച്ചിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഫീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അഭയാരണ്യത്തിൽ സ്റ്റേ ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിലും ആ എൻട്രി ചാർജ് അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ മാനുകളൊക്കെ കണ്ട് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ടായി. കാരണം എവിടെ നോക്കിയാലും മാനുകളാണ്. അവനെ അടുത്ത് വെച്ച് കാണുകയാണ്. വളരെ അടുത്താണ്, നമ്മളെ വണ്ടീൻ്റെ അടുത്താണ്. നമ്മൾ വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്ത് ഓൺ അടിക്കാണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഇപ്പോൾ ഷിക്കാര റൂട്ടിലാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ആ ഒരു മൗണ്ടൈൻ വ്യൂ ഉണ്ടോ, രാവിലെ ആയതുകൊണ്ട് നിറയെ കോട മൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ കോട്ടേജിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നിൽക്കുന്നു വീണ്ടും കാട്ടുപന്നി. ഈ കാട്ടുപന്നീനെ എനിക്ക് വളരെ അടുത്ത് വെച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവൻ്റെ പണി എന്ന് വെച്ചാൽ അവൻ ഇര പിടിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല ചളിയൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ കുഴി കുത്തിയിട്ട് മണ്ണിര പോലത്തുള്ള ചെറിയ നാഞ്ഞൂളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പിടിച്ച് തിന്നെയാണ് മൂപ്പര് കേട്ടോ. അവിടെ ഉണ്ടോ കുഴി ഇങ്ങനെ കുഴിക്കണം. ആ കുഴി കുഴിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വളരെ അടുത്ത് വെച്ച് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ അവൻ അടുത്ത് എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ട്. ഇവിടെ കുഴി കുത്തിയിട്ട് അതിനകത്തുനിന്ന് മണ്ണിര നാഞ്ഞൂള് ഇതിനൊക്കെ പിടിച്ച് തിന്നുവാണ് കേട്ടോ അവൻ. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ വീണ്ടും മാനുകൾ പറഞ്ഞ് നാവെടുത്തില്ല. നമ്മൾ നേരത്തെ കണ്ട ആ കാട്ടാനകളാണ് കേട്ടോ ഇവർ. നമ്മൾ നേരത്തെ 2-3 ഫീമെയിലിനെയും ഒരു കുഞ്ഞിനാനെയും കണ്ടില്ലേ, അവർ തന്നെയാണ്. ഞങ്ങളിതിനെ ബന്ദിപ്പൂർ റൂട്ടിലേക്ക് വെച്ച് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ റൂട്ടിലല്ല, ഒരു സ്പോട്ട് മാറിയിട്ടുണ്ട് കുറച്ചും കൂടി ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു 10-20 കാട്ടാനകളെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ കുഞ്ഞിനാനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ. ഭയങ്കര അവൻ്റെ കുസൃതികളൊക്കെ കുറേ നേരം ഇങ്ങനെ കണ്ടു നിന്നു. കോട്ടേജിന് മുന്നിലെത്തിയപ്പോൾ ഒരു നാട്ടാന. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ കുറച്ച് നേരത്തൊക്കെ എണീറ്റ് നോക്കിട്ടോ. ഇന്നലെ നല്ല അടിപൊളി മഴ പെയ്തതുകൊണ്ട് ഇന്ന് പൊതുവേ അനിമൽസ് കുറവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ഈ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ചുറ്റും മാനുകളായിരുന്നു. കണ്ടമാനം മാനുകളും ഒക്കെ ആയിട്ട്. പിന്നെ രാത്രി നമുക്ക് എലിഫൻറ്റിനെ കാണാൻ പറ്റി. പക്ഷേ ഇത്തവണ നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു. ഇന്നലെ രാത്രിയിൽ മാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ 2-3 മാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഈ പുല്ലൊക്കെ ഇങ്ങോട്ട് നനഞ്ഞ് കുതിർന്നിട്ടേ അനിമൽസ് മഴ പെയ്യുമ്പോൾ എന്തായാലും ഉൾക്കാട്ടിലേക്ക് ഉൾവലിയും. ഇവിടെ മുത്തങ്ങ, ബന്ദിപ്പൂര്, മുതുമലൈ 3 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത്
നമുക്കൊരു ഫോറസ്റ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അനിമൽസിനൊക്കെ കണ്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞങ്ങൾ ബന്ദിപ്പൂർ പോയിട്ടുണ്ട്, മസനഗുഡിയിൽ ഇപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് സഫാരി പോയിട്ട് ഒരു ഫോറസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേ ആണ് നമ്മുടെ മുതുമലൈ കാട്ടിനകത്ത് ഈ ഒരു അഭയാരണ്യം ഗസ്റ്റ് ഹൗസും അതുപോലെ തന്നെ നമ്മുടെ ബന്ദിപ്പൂര് ഫോറസ്റ്റ് സ്റ്റേയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വർത്താവും. ഇവിടെ 2270 രൂപയാണ് 2 പേർക്ക്, 2 അഡൾട്ടിന് ചാർജ് വരുന്നത്. വിത്തൗട്ട് ഫുഡാണ് കേട്ടോ, ഫുഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2220 പ്ലസ് 50 രൂപ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കണം. അപ്പോൾ 2270 രൂപയാണ് ഇൻക്ലൂഡിങ് പാർക്കിംഗ് ഫീ 2 പേർക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനായിട്ട് www.mudumalai-tiger-reserve.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇവിടുത്തെ കോട്ടേജ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഡയറക്റ്റ് ബുക്കിംഗ് അലൗഡ് അല്ല, ഡയറക്റ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്കിവിടെ നല്ല ഫോട്ടോ സീനറി ആണ്. രാവിലെയൊക്കെ നിറയെ കോടയൊക്കെ കാണാൻ പറ്റും. നല്ല പച്ചപ്പൂട്, മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ നിറയെ പുല്ലൊക്കെ ഇങ്ങനെ കിളിർത്ത് നിൽക്കുവാണ്, നല്ല പച്ചപ്പായിട്ട്. പിന്നെ ഇവിടെ ഒരു ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെടുത്ത് പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. ഈ അനിമൽസിനെ കാണുന്നതൊക്കെ ഭയങ്കര ലക്കുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് സഫാരി പോയിട്ടുണ്ട് ടൈഗറിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആകെ മൊത്തം നമ്മൾ ടൈഗറിനെ കണ്ടിട്ടുള്ളത് കബനി വെച്ചിട്ടാണ്. പിന്നെ ഈ അടുത്ത് നമ്മൾ നാനാച്ചി സഫാരി പോയപ്പം പുള്ളിപ്പുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് ടൈഗറിനൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് ടൈഗറിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ റൂം ഉണ്ടായിരുന്നില്ല. ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. രാത്രി മൊത്തം കറണ്ട് വോൾട്ടേജ് കുറവായിരുന്നു. ഫാന് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട്, നമ്മൾ ഈ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും പുറത്തേക്ക് ഇടരുത്. ഇവിടെ ഇവർ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ വേണം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. നല്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ റൂം ശരിക്കും കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് പുറത്തേക്കുള്ള ഒരു വ്യൂ. ഇതേ കോട്ടേജിന് മുകളിൽ 2-3 മയിലുകൾ നിൽക്കുന്നുണ്ട്. അതേ ഒരു മയിൽ നിൽക്കുന്നു. താഴെ 2 ആളുണ്ട് കേട്ടോ, കണ്ടല്ലോ. അത് ടോപ്പിൽ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇന്നലെ രാത്രി 2-3 മാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒളിച്ചും പാത്തിയും വരുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മാനുകളും എലിഫൻറ്റ് നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ. മുതുമലൈ ടൈഗർ റിസർവ്, അങ്ങനെ ബന്ദിപ്പൂര്, ഗുണ്ടൽപേട്ട്, മുത്തങ്ങ വഴി വയനാട്, അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ വണ്ടി നമുക്കിത് ഇവിടെ ഇങ്ങനെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ഇന്നലെ ഇവിടെ വേറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വണ്ടി ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലെ അഭയാരണ്യം റെസ്റ്റ് ഹൗസ് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് ഒരുപാട് അനിമൽസിനൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. 1-2 മാനുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അത്ര അങ്ങോട്ട് കളർഫുൾ ആക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ രാവിലെ ഇപ്പം മസനഗുഡി റൂട്ടിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഒരുപാട് മാനുകളെയും ഒക്കെ കണ്ടു. ഇന്നലെ വൈകുന്നേരത്തും ഒരുപാട് ബൈസണും എലിഫൻറ്റും ഒക്കെ കണ്ടു. സാധാരണ കാണുന്ന കാഴ്ചകളിൽ നിന്ന് വിപരീതമായിട്ടൊന്നും കണ്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫോറസ്റ്റും അനിമൽസും സഫാരിയും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള അഭയാരണ്യം റെസ്റ്റ് ഹൗസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ താമസിച്ച അനക്സ് എന്ന് പറയുന്ന കോട്ടേജാണിത് ഈ കാണുന്നത്. അവിടെ കാണുന്നത് റെസ്റ്റ് ഹൗസാണ് കേട്ടോ, അഭയാരണ്യം റെസ്റ്റ് ഹൗസാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർ അത് ചൂസ് ചെയ്യുകയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ്, ഫോറസ്റ്റ് സ്റ്റേ ആണ്. പിന്നെ അനിമൽസിനെ കാണുന്നതൊക്കെ ലക്കുള്ള കാര്യമാണ്. നമ്മൾ അന്ന് വന്നപ്പം ഫ്രണ്ടിൽ എലിഫൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അഭയാരണ്യം ഗസ്റ്റ് ഹൗസിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. കാണാൻ മനോഹരമായിട്ടുള്ള കാഴ്ചകളും യാത്രകളും. ഞാൻ നിങ്ങളുടെ സ്വന്തം സൈദു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ
ചെയ്തു. ഇപ്പം നമ്മൾ അനക്സിൻ്റെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് ജദീർ ഭായ്. അപ്പോൾ നമ്മളിനി തിരിച്ചു വിടുന്ന മുത്തങ്ങ